ഹിന്ദുവിന് പിഴവ് പറ്റി എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അതിപ്പോൾ അവർ ഒരു ഖേദപ്രകടനം നടത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഹിന്ദുവിന്റെ ഈ ഖേദപ്രകടനത്തിൽ നിങ്ങൾ തൃപ്തരാണോ? ഇപ്പോ ഹിന്ദു ഒരു ക്രെഡിബിലിറ്റി ഉള്ള നാഷണൽ ഡെയിലിയാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുണ്ട്. ഹിന്ദുവിനെ കുറിച്ചൊരു പത്രം മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആവശ്യപ്പെടുമ്പോൾ വലിയ തിരക്കുകൾക്കിടയിലാണെങ്കിലും മുഖ്യമന്ത്രി അതിനെ അനുവദിക്കുന്നു. ആ ഇന്റർവ്യൂ അവർ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം അച്ചടിച്ചു വരുന്ന പത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പിശക് കാണുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് 2ാം ദിവസമാണ്. ഇന്നലെയാണ് പത്രം അച്ചടിച്ചു വന്നത്. ഇന്ന് ഉച്ചയോടുകൂടി കത്ത് കൊടുക്കുന്നു. അവർ അത് തിരുത്തുന്നു. ആ തിരുത്തി അവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിലാണ് ഇത്തരത്തിലുള്ള ഒരു ഏജൻസിയെക്കുറിച്ച് അവർ പറയുന്നത്. ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു PR ഏജൻസിയുടെ സൗകര്യം പ്രയോജനപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം അവരുടെ ക്രെഡിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരാണ് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നതുമാണ്. അതെ, ഇതിപ്പോ ഏതെങ്കിലും തരത്തിൽ അവർ PR ഏജൻസിയെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു എന്ന രൂപത്തിൽ അവർ അച്ചടിച്ച വാചകം പറഞ്ഞതാണ് എന്ന് അവർക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ, ഈ 2 കാര്യത്തിലും അവരുടെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിടാൻ ആ പത്രം തയ്യാറാകുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും PR ഏജൻസിയുടെ ഒരു സേവനം ഇത്തരത്തിലുള്ള ഇന്റർവ്യൂവിന് പ്രയോജനപ്പെടുത്തുന്ന അല്ലെങ്കിൽ തേടുന്ന ഒരു സാഹചര്യമില്ല. അത് അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൂടുതൽ പരിശോധിക്കും. കാരണം ഇത്തരത്തിൽ വർഗീയ വിഷം ചീറ്റുന്ന തരത്തിലുള്ള പ്രചരണം നടത്താൻ ഹിന്ദു ദിനപത്രത്തിലെ വാചകങ്ങൾ ഹേതുവാകുന്ന തരത്തിൽ, കാരണമാകുന്ന തരത്തിൽ ഉണ്ടായ സാഹചര്യം വിശദമായി തന്നെ ഗവൺമെന്റ് പരിശോധിക്കും. കാരണം ഇവിടെ പലതരത്തിലും വാർത്തകൾ വരുന്നു. 2 ദിവസം കഴിയുമ്പോൾ അതിലെ തെറ്റ് മനസ്സിലാക്കുന്നു. ചില ആളുകൾ മാപ്പ് പറയുന്നു, ചില ആളുകൾ ഖേദം പ്രകടിപ്പിക്കുന്നു, ചില ആളുകൾ മാപ്പ് പറയാൻ മത്സരിക്കുന്നു. ആദ്യം മാപ്പ് പറഞ്ഞ ആരാണെന്ന് അതിൽ മത്സരം വരുന്നു. ഇതെല്ലാം അടുത്ത കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ക്ലിയർ ആണ്. മുഖ്യമന്ത്രി ഒരു അഭിമുഖം നൽകുമ്പോൾ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിയുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് അയച്ചു കൊടുക്കുന്ന പതിവ് സാധാരണ പ്രധാനപ്പെട്ട പത്രങ്ങൾക്കുണ്ട്. അങ്ങനെയൊന്നും അയച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിന് അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, സാധാരണഗതിയിൽ മുഖ്യമന്ത്രി എന്തൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും, എന്തൊക്കെ കാര്യങ്ങളിൽ പറയില്ല എന്നുള്ള ഒരു ധാരണ യഥാർത്ഥത്തിൽ ഇന്റർവ്യൂ നടത്താൻ പോകുന്ന ആൾക്കറിയാം. ചില കാര്യങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാൻ തയ്യാറായി തന്നെ മുഖ്യമന്ത്രി വരാറുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തത ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആൾക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഹിന്ദുവിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണോ? ഇതിപ്പോ സാധാരണ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ, പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക സാധാരണ ഉണ്ടാവാറില്ല. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ലേഖനമായിട്ട് വരുമ്പോൾ ഉൾപ്പെടുത്താറുമില്ല. ചിലപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ആണ് എടുക്കുന്നെങ്കിൽ അതിൽ പല ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷെ പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യം ഇല്ലല്ലോ. ഒരു ലേഖനം, ഹിന്ദു പോലുള്ള ഒരു നാഷണൽ ഡെയിലി എടുക്കുന്ന ഇന്റർവ്യൂ, അതിന്റെ വരുന്ന ലേഖനം മുൻകൂട്ടി തന്ന് മുഖ്യമന്ത്രി അത് സൈൻ ചെയ്ത് കൊടുത്താലേ, അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് പ്രസിദ്ധീകരിക്കാവൂ എന്ന രൂപത്തിൽ പറയാൻ കഴിയില്ലല്ലോ. ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള സംഭവിച്ചത് വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒന്നും മറക്കാനില്ല. അടുത്ത കാലത്ത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓഫീസുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്തകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. അതായത് അല്ല, ഞാൻ പറഞ്ഞ വാചകം ഞാൻ അവസാനിപ്പിക്കണമല്ലോ. ഞാനിത് അവസാനിപ്പിക്കാൻ തന്നെയായിട്ടാണ് പറഞ്ഞു തുടങ്ങിയത്. അതായത് അത്തരത്തിൽ വരുന്ന മുഴുവൻ വാർത്തകളും പൊളിഞ്ഞു പാളീസാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഒരു ആരോപണം പോലും നിലനിൽക്കുന്ന സാഹചര്യമില്ല. ഇപ്പൊ PV അൻവർ 2 ദിവസം വലിയ പത്രസമ്മേളനം നടത്തി, പ്രസംഗം നടത്തി. അദ്ദേഹം നിർത്തി. അദ്ദേഹം ഉന്നയിച്ച ആരോപണം മുഴുവൻ അണ്ടർ ഇൻവെസ്റ്റിഗേഷനിലാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ബഹുമാനപ്പെട്ട സുഹൃത്തൊക്കെ പറഞ്ഞു പഴയ ഏതോ LC മെമ്പർ വന്നു എന്നൊക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPM-മായി ബന്ധപ്പെട്ട ഒരാളും അവിടെ ഇല്ല. സ്വാഗതം പറഞ്ഞപ്പോ ഞങ്ങൾ കോൺഗ്രസ്സുകാർ, ഞങ്ങൾ ലീഗുകാർ, ഞങ്ങൾക്ക് സ്വാഗതം പറയാന്നൊക്കെ പറഞ്ഞു. ആളെ കൂട്ടിയത് ആരൊക്കെയാന്ന് അറിയാം. ഞങ്ങൾ CPM-മായി ബന്ധപ്പെട്ട ഒരാളുമില്ല. അല്ല, മുൻ ലോക്കൽ സെക്രട്ടറി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഏതെങ്കിലും പാർട്ടി പോട്ടെന്ന്, അവർക്കൊക്കെ ഏതെങ്കിലും പാർട്ടിയാണ്. ഞാൻ പറഞ്ഞ മുൻ ലോക്കൽ സെക്രട്ടറി, ഈ മുൻ എന്നതിന്റെ അർത്ഥം എന്താണ്? 3197 പാർട്ടി മെമ്പർമാര് അല്ല പറഞ്ഞ. ഒരു മിനിറ്റ്. CPM-ന് നിലമ്പൂർ മണ്ഡലത്തിൽ 3117 പാർട്ടി അംഗങ്ങളും 171 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 33 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉണ്ട്. ഒരാളും പോയിട്ടില്ല. CPM-ന്റെ അനുഭാവികളും പോയിട്ടില്ല. അവിടെ കൂടിയ ആളുകൾ, ഇത് കൃത്യമായിട്ട് 1985 കേരളത്തിലെ എല്ലാ മേഖലയിലും കൂടിയല്ലോ. പ്രധാനപ്പെട്ട ഒരു നേതാവ് പുറത്തു പോയപ്പോ 1993 കേരളത്തിന്റെ എല്ലാ മുക്കിലും ആളുകൾ കൂടി. മറ്റൊരു നേതാവ് പുറത്തു പോയപ്പോ ആ സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാം അത് ഒരാളുടെ പ്രസംഗം കേൾക്കാൻ പലരും പോകും.
പോയ പാർട്ടിയും പിന്നീടുണ്ടായ പാർട്ടിയുടെ സാഹചര്യങ്ങളും എല്ലാം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ഉന്നയിച്ച ആരോപണം വ്യക്തി എന്ന രൂപത്തിലല്ല, ആ ആരോപണത്തിൽ മെറിറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കും. ശരി, ഒന്നുകൂടി PR ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ അരുൺകുമാർ, ഒന്നുകൂടി PR ഏജൻസിയിലേക്ക് വരികയാണെങ്കിൽ അരുൺകുമാർ, PRD മുഖ്യമന്ത്രിക്കുള്ള ഈ 12 ഉപദേഷ്ടാക്കൾ, അതിലപ്പുറം പുറത്തൊരു ഏജൻസിയെയും ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല എന്ന ഉറപ്പാണോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടി ഒരു PR ഏജൻസിയും പുറത്തുനിന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണോ? ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, ഇവിടെ ഒരു പ്രത്യേക സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ സഹായം തേടുന്നത് പോലെയോ മറ്റുപോലെയോ അല്ലല്ലോ. ഇതൊരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ എടുക്കാനോ കൊടുക്കാനോ പ്രചരിപ്പിക്കാനോ ഒരാളുടെയും സേവനം തേടിയിട്ടില്ല എന്ന് എത്ര കൃത്യമായിട്ടാണ് ഞാൻ വ്യക്തമാക്കിയത്. ആധികാരികമായിട്ട് തന്നെയാണ് പറയുന്നത്. ആ ഏജൻസിക്കെതിരെ നിയമ നടപടി എന്നൊരു ആലോചനയിലേക്ക് ഇതുവരെ പാർട്ടി കടന്നിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസും കടന്നിട്ടില്ല. അതിലാണ് അസ്വാഭാവികത. ഒരുപാട് കാര്യങ്ങളിൽ അസ്വാഭാവികത നിങ്ങൾ കാണിക്കുകയാണ്. അല്ല, ഒരു അസ്വാഭാവികം വേണ്ട. ഇല്ല, അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാപ്പായിട്ട് വന്ന് അത് തിരുത്തിക്കോളും. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. എന്തെങ്കിലും അസ്വാഭാവികത ഹിന്ദുവിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ, അല്ല, കുറെ മാപ്പ് നമ്മൾ അടുത്ത കാലത്ത് കണ്ടല്ലോ. ഖേദമായിട്ടും മാപ്പായിട്ടും വരുന്ന ഒരു പരമ്പര തന്നെ കണ്ടു. എല്ലാ ആർക്കൈവിലുണ്ടല്ലോ, നമുക്കെടുത്ത് കാണാലോ. ഹിന്ദുവിന് അത്തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഹിന്ദു നയം വ്യക്തമാക്കട്ടെ. ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ പറഞ്ഞു. ഒരു തരത്തിൽ ആരുടെയും സേവനം പ്രയോജനപ്പെടുത്തിയിട്ടില്ല, അങ്ങനെ പ്രയോജനപ്പെടുത്തേണ്ട സാഹചര്യമില്ല. ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, മുഖ്യമന്ത്രിയെ വേറെ രീതിയിൽ ചാപ്പകുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ അപമാനിക്കുന്ന രീതിയിൽ ഒരു ഗൂഢ ആലോചന അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ നിങ്ങൾക്ക് പരാതിപ്പെടുന്ന ഒരു ഉദ്ദേശമില്ല, അല്ലെങ്കിൽ നിയമ നടപടി എന്ന ഗുരുതരമായ ഒരു ശക്തമായ ഒരു തീരുമാനത്തിലേക്കൊന്നും പോകുന്നില്ല, അല്ലേ? അപലപിക്കുന്നു. ഹിന്ദുവിന്റെ പ്രവർത്തനമായാലും PR ഏജൻസിയുടെ പ്രവർത്തനമായാലും അപലപിക്കുന്നു. ഞാൻ പറയാം ഈ മുഖ്യമന്ത്രിയെ ചാപ്പ നിങ്ങൾ എത്ര കുത്തിയാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ലോകത്താകമാനം അറിയാം. ഇപ്പൊ ന്യൂനപക്ഷ പീഡനം അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു എന്ന് പറഞ്ഞിട്ടില്ലേ ആദ്യത്തെ 1 മാസം ചർച്ച നടന്നേ? ഇപ്പൊ പറയുന്നു RSS പീഡനമാണ്, RSSുമായിട്ട് ബന്ധം എന്ത് ഈ ഇത്തരത്തിലുള്ള എത്രയോ അല്ല പാർട്ടി ഞങ്ങളുടെ സ്മൃതിക്ക് കൃത്യമായിട്ട് ഈ വിഷയം അറിയില്ലാത്തോണ്ടാ. CPM പാർട്ടി അംഗങ്ങൾക്കും ആ പാർട്ടിയുടെ ഘടകങ്ങളിൽ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനും പറ്റുന്ന ലോകത്തിലെ ഏക പാർട്ടിയാണ് അരുൺകുമാർ. അല്ല, അത് നിങ്ങൾ കൊടുത്തോ? അല്ല, അങ്ങനെ വന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾ വിമർശിക്കും, ഞങ്ങൾ സ്വയം വിമർശനം നടത്തും. അങ്ങനെ വന്ന ഒരു വിമർശനമാണ് കുറവുകൾ ന്യൂനപക്ഷ പീഡനം എന്ന ആരോപണം. അത് നിങ്ങൾക്ക് തിരിച്ചടിയായി. നിങ്ങൾ ന്യൂനപക്ഷ പീഡനമാണ് ചെയ്തത് എന്ന് വന്ന ആരോപണം, ഞാൻ ആ വാക്കു ഉറപ്പിക്കുകയാണ്, ആരോപണം നിങ്ങൾക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ പാർട്ടി നടത്തിയിട്ടുണ്ട്. ഇല്ല, ഇത്തരത്തിൽ ആരോപണമായാലും വിമർശനമായാലും സ്വയം വിമർശനമായാലും ചൂണ്ടിക്കാണിക്കലുകളായാലും ഇതെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ ചട്ടക്കൂടിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോ കുറവുകളും പരിഹരിക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നത്, കൂടുതൽ വർദ്ധിത വീര്യത്തോടെ ഞങ്ങൾ തിരിച്ചു വരുന്നത്. ഇപ്പൊ KPCCയുടെ നേതാവ് K മുരളീധരൻ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ ഒരാഴ്ച മുമ്പ്, കോൺഗ്രസ് ഇങ്ങനെ അതും ഇതും പറയും, മാധ്യമങ്ങൾ പറയണ കേട്ട് നടക്കും. 3ാം പിണറായി സർക്കാരും വരും, 4ാം LDF സർക്കാരും വരും, ആജീവനാന്ത പ്രതിപക്ഷമായി കേരളത്തിലെ കോൺഗ്രസ് മാറും. അതുകൊണ്ട് കോൺഗ്രസ് നയം തിരുത്തണം. 86,000 വോട്ട് എങ്ങനെയാണ് തൃശ്ശൂര് നഷ്ടപ്പെട്ടത്, അത് കോൺഗ്രസ് മറുപടി പറയണമെന്ന് പറഞ്ഞതേ K മുരളീധരനാ. Debate with Arun Kumar.